ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്ത. ഇത് ഏത് കാലമാണ്? ശ്രീകാലം. ശ്രീകാലത്തിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് ഓർക്കുന്ന എന്തിനെക്കുറിച്ചാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലേ? യെസ്. പരിശുദ്ധാത്മാവ് സഭയെ നയിച്ച ചരിത്രവും പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്ന ചരിത്രവുമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഇന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഓർമ്മപ്പെടുത്തി തന്ന ഒരു കാര്യവുമാണ്. യെസ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5. റോമ 5:5. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനം. ആ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അടുത്തെന്താണ്? എല്ലാവർക്കും അറിയാവുന്ന വചനം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് എല്ലാവർക്കും ഒച്ചത്തിൽ അതൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിലൂടെ ദൈവം ചെയ്യുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തന മേഖലയെക്കുറിച്ചാണ് കാണുന്നതെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എന്താ തന്നുകൊണ്ടിരിക്കുന്നത്? എന്ത് സ്നേഹം? ദൈവസ്നേഹം. അതായത് പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായി എന്നെ യോഗ്യനാക്കുന്നു. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. ഇനി ദൈവത്തിൻ്റെ സ്നേഹം ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റിയല്ല. നോക്കി, യോഹന്നാൻ ശ്ലീഹയാണ് ഏറ്റവും കൂടുതൽ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സുവിശേഷകനും ലേഖകനും. ഇദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലൊക്കെ ഇദ്ദേഹത്തെ കാണാൻ ഇദ്ദേഹം ഇദ്ദേഹം അല്ലേ, നോർമൽ ഡെത്താണ് അല്ലേ? ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന പ്രായമായ കാലഘട്ടത്തിൽ മുഴുവൻ ഇദ്ദേഹം സംസാരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ: ദൈവസ്നേഹമാണെന്ന് മാത്രമാണ് ഇദ്ദേഹം ഈശോയെക്കുറിച്ച് ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. മുഴുവനും ദൈവസ്നേഹമാണെന്ന് മാത്രമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആത്യന്തികമായി നമുക്ക് പരിശുദ്ധാത്മാവ് വേണം എന്നുള്ളതാണ്. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ. അല്പം കൂടെ ഉഷാറായിട്ട് പറയാമോ? ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:10. അതായത് നമ്മൾ ഈശോയെ സ്നേഹിച്ചു, ഈശോയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നതിലല്ല, മറിച്ച് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല. അവിടുന്ന് നിങ്ങൾക്ക് കിട്ടി കാണാമല്ലോ അല്ലേ? അന്ന് നമുക്ക് നോക്കി വായിക്കാം. വായിച്ചു. നാം സ്നേഹം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. സ്നേഹം എന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ആവർത്തിക്കുമ്പോൾ, നമ്മൾ മാനുഷിക സ്നേഹതലത്തിൽ നിന്നുകൊണ്ട് പോലും നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാലേ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ പോലും ശരിക്കും സ്നേഹിക്കാൻ പറ്റുള്ളൂ. എന്താണ് സ്നേഹം എന്നാണ് ഇവിടെ പറയുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തു എന്നതിലല്ല, മറിച്ച് അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. എന്ന് വെച്ചാൽ ഈശോ, നമ്മളിത് മനസ്സിലാക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് നമുക്കിത് അനുഭവമായി മാറുന്നത്. ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചത് കൊണ്ടോ ഇത് അറിയാം, ബുദ്ധിയുടെ തലത്തിൽ അറിയാവുന്നത് കൊണ്ടോ കാര്യമില്ല. എന്തുമാത്രം ഈ സ്നേഹം
ഞാൻ അനുഭവിക്കുന്നു, എന്തുമാത്രം ഞാനിത് മനസ്സിലാക്കുന്നു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നോക്കി, ഇവിടെ പറയാണ്, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലല്ല, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ നൽകുകയും ചെയ്തു അതാണ് സ്നേഹം. ഒരുപാട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ടെർമിനോളജിയാണ് ലവ്, സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൻ്റെ പിൻബലത്തിലാണ് ഒരുപക്ഷെ നാമൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹം അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു വാക്കാണ് സ്നേഹം. അതൊരു ഇമോഷണൽ ഒരു കാര്യമായിട്ടും അല്ല, പല രീതിയിലാണെന്ന കാലഘട്ടത്തിൽ സ്നേഹത്തെ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സ്നേഹം, സ്നേഹം എന്താണ് എന്നതിലാണ് സ്നേഹം. പറയാണ് എന്താണ്, ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിച്ചു, പിതാവ് എന്നെ എന്തുമാത്രം സ്നേഹിച്ചു. ഇത് ഒരാൾ, ഒരു വിശ്വാസി ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ണടച്ച് ധ്യാനിക്കും തോറും ആരാ ഇത് മനസ്സിലാക്കി തരുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി തരും. ഇതാണ് റോമ 5:5 അല്ലേ? പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹം ചൊരിയപ്പെടുകയാണ്, തരികയാണ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഇതിൻ്റെ തന്നെ 16-ാമത്തെ വചനം, 16, ഇതിൻ്റെ തന്നെ 16, 1 യോഹന്നാൻ 4:16. ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ഇതേ വചനം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അതിനെ 1 യോഹന്നാൻ 4, അത് തന്നെ 4-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ 10 കണ്ടത്, ഇപ്പോൾ 16. യെസ്, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എന്താണ്? നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം. ഈ ആദ്യത്തെ വചനം ഒന്ന് ചോദിച്ചല്ലാവോ? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും വിശ്വസിക്കുകയും. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഞാൻ അറിയണം. ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഞാൻ അറിയണം. 2, ഈ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കണം. ചുമ്മാ ചിന്തിക്കുന്ന കാര്യമല്ല വിശ്വസിക്കുക എന്ന് പറയുന്നത്. ചിന്തയും വിശ്വാസവും രണ്ടാണ്. കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് അറിയുന്നതല്ല വിശ്വാസം. അത് അടുത്ത ആഴപ്പെട്ട 2-ാമത്തെ തലമാണ്. അറിയണം, അറിഞ്ഞാൽ മാത്രം പോരാ, ഞാൻ വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ കണക്കിന് എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഞാൻ അറിയണം, വിശ്വസിക്കണം. എന്ന് വെച്ചാൽ അതിനെ മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? എന്താണ് ഈ വചനം പറയുന്നത്? ദൈവത്തിന് നമ്മോട് മാറ്റിയിട്ട് അത് എന്നോടൊന്നാക്കുകയും, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഞാൻ അറിയണം, വിശ്വസിക്കണം. ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഞാൻ വിശ്വസിക്കണം. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരാൾ പോലും അല്ലേ, എന്തുമാത്രം ദുരന്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, എന്തുമാത്രം നിരാശയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഒരിക്കലും പറയരുത് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. അതിന് ന്യായമായ കാരണങ്ങളും അനുഭവങ്ങളും നമുക്ക് പറയാനായിട്ട് ഉണ്ടാവാം. ജീവിതം അങ്ങനെ ആയിരിക്കും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വചനം പറയാണ്, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഞാൻ അറിയണം, വിശ്വസിക്കണം. എന്തിൽ വിശ്വസിക്കണം? സ്നേഹത്തിൽ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. കാരണം ഇത് വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക സത്യമാണ്. മാത്രമല്ല, ഇത് പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അഭിഷേകമാണ് ദൈവസ്നേഹം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു ചൂട് വരണമെന്നുണ്ടെങ്കിൽ, എനിക്കൊരു അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആത്യന്തികമായി എനിക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റണം. അത് ഈ പുറത്തു നിന്നുള്ള ലോകത്തിൻ്റെ സുഖലോലുപത കിട്ടുന്ന സ്നേഹമല്ല, മനുഷ്യൻ തരുന്ന താൽക്കാലിക സ്നേഹമല്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതാണ് വചനം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ദൈവം എന്നാൽ എന്താണ്? സ്നേഹം. മറ്റു വാക്കത്തിൽ പറഞ്ഞാൽ, ഞാൻ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തിലും കൂടെ വിശ്വസിച്ചാൽ മതിയാവൂ.
സ്നേഹത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു അതിനെ അല്പം കൂടി ഒന്ന് വിശദീകരിച്ചു. ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും വിശ്വസിച്ചേ മതിയാവൂ. ഈശോ ഒരു കാലത്ത് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നെന്നും ഈശോ പീഡ സഹിച്ച് മരിച്ചുത്ഥാനം ചെയ്തുവെന്നും ഈശോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വസിച്ചേ മതിയാവൂ. ഈശോ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചേ മതിയാവൂ. പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് നമുക്ക് ഒരു എന്താണ് പറയുന്നത്, പെട്രോൾ എന്ന് പറയുന്നത്, എനർജി സോഴ്സ്. കത്തോലിക് നമ്മുടെ ക്രിസ്ത്യാനിയുടെ പവർ സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഈ സ്നേഹത്തിൻ്റെ അങ്ങനെ 2 കൊരിന്തോസ് 5:14 തോന്നുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് എന്തിരുന്നു വചനമുണ്ട്, അതൊന്നും എടുക്കാം. 2 കൊരിന്തോസ് ആണ് എന്നാണ് നമുക്ക് ഉത്തേജനം തരേണ്ടത്. അങ്ങനെ തന്നെ വാക്കാണ് കേട്ടോ, ഉത്തേജനം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. 2 കൊരിന്തോസ് 5:14 2 കൊരിന്തോസ് 5:14 എടുക്കുക. 2 കൊരിന്തോസ് 5:14 അതിൻ്റെ കിട്ടിയില്ലോ അല്ലേ? ഒന്ന് വായിച്ചേ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനെല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ. അടുത്തെന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം. ഇതാണിങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ, ഈശോയ്ക്ക് വേണ്ടി ഇപ്പോഴും അറ്റ് പ്രസൻറ്റിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരിങ്ങനെ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ചാണ് മരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏക കാരണം ഈ സ്നേഹമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈശോയോട് കാണിക്കുന്ന ഒരു സ്നേഹമല്ല ഈ പറയുന്നത്. ഞാൻ ഈശോയോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിനപ്പുറം ഈശോ എന്നോട് കാണിച്ച സ്നേഹത്തെ മനസ്സിലാക്കുന്നതാണത്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് വെച്ചാൽ ഈശോ തരുന്ന സ്നേഹം, ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹം. അങ്ങനെ തന്നെയാണത്. ഞാൻ അങ്ങോട്ട് കുറേ അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അങ്ങോട്ട് ഞാൻ സ്നേഹിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഇങ്ങോട്ട് അല്ലേ, ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, മാത്രമല്ല ഇത്രമാത്രം ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അളവനുസരിച്ച് ശരിക്കും നമ്മൾ ചിന്തിച്ച് ഒരു ചെറിയ തരി ഒരു പോയിൻ്റ് സാധനം നമുക്ക് കിട്ടിയാൽ അത് മതി നമുക്ക് ജീവിക്കാൻ. ഈ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ സാധനം ഇത് കിട്ടിയവരൊക്കെ ആരായി മാറിയിട്ടുണ്ട്? വിശുദ്ധരായി മാറിയിട്ടുണ്ട്. ഇത് കിട്ടിയവരൊക്കെ വിശുദ്ധരായി മാറിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതാണ്, ഈ സ്നേഹത്തിൻ്റെ ഒരു സ്പാർക്ക്. ഈ സ്നേഹം നമുക്ക് ഉത്തേജനം തരുന്ന സാധനം മറ്റ് ലഹരിയോ മറ്റു കാര്യങ്ങളോ അല്ലേ? നമുക്ക് ഉത്തേജനം തരുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ഉത്തേജക മരുന്ന് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ്റെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ അവനെ വെപ്രാളം കൊള്ളിക്കണം, ഞെരുവിളി കൊള്ളിക്കണം, ഇങ്ങനെ ജീവിക്കാൻ. എങ്ങനെ ജീവിക്കാൻ? സന്തോഷത്തോടെ ജീവിക്കാൻ. സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രതികൂലങ്ങൾക്കിടയിലും സഹനങ്ങൾക്കിടയിലും കഷ്ടഞെരുക്കങ്ങൾക്കിടയിലും ഇങ്ങനെ ജീവിക്കാൻ, ഇങ്ങനെ വെറുതെ നിരാശപ്പെട്ട് ചത്തതുപോലെ ജീവിക്കാനല്ല, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ. ഇതൊന്നും അറിയാത്ത ഒരാളെ പോലെ ഈ ഭൂമിയിൽ ചുമ്മാ പൊട്ടനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അല്ലേ? പൊട്ടനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അകത്ത് ഈ സ്നേഹത്തിൻ്റെ ശക്തി നിറയണം. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് നമ്മൾ ആദ്യം പറയും, ഇത് ഞാൻ അറിയണം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ അറിയണം, വിശ്വസിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ വിശ്വസിക്കണം. യെസ്, ഇത് മുഴുവൻ കിട്ടുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് വഴിയായിട്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം അല്ലേ? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിലേക്ക് ചൊരിയപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ്. യെസ്. ഇനി ഇതിൻ്റെ അടുത്ത ഒരു ഘട്ടമാണ് ഈ സ്നേഹത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടുത്തൊരു ഘട്ടം ഞാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കണം. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പൊതുവെ പറഞ്ഞു. ഇനി ഈശോ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിച്ചത് എന്നത് ഞാൻ മനസ്സിലാക്കണം. ഈശോ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിച്ചത് എന്ന് ഈശോയുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരോട്, ഈശോ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈശോയ്ക്ക് മറ്റുള്ളവരുണ്ടായിരുന്ന മനോഭാവം, അതും എൻ്റെ മനോഭാവം തമ്മിൽ എന്തെങ്കിലും അല്ലേ എന്ന് വെച്ചാൽ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഓക്കെ ഞാനിങ്ങനെ
പള്ളി കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ അല്പം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. മാത്രമല്ല ഞാൻ കുറച്ചൊക്കെ അല്ലേ പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിലുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വെറുതെ മറ്റുള്ളവരെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ പറയും അല്ലേ അവൻ അല്ലേ നമ്മുടെ അത്രയും അങ്ങോട്ട് പോരാ. അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിങ്ങനെ കുടിച്ച് കൂത്താടി ഒരുത്തൻ വഴി കിടക്കുകയാണ്. ചിന്തിക്കണം, ഞാൻ പറയുന്നത് ഒരു എക്സ്ട്രീമും അല്ല. ഈശോയുടെ ചിന്തകളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെങ്ങനെ കാണും എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഒരുത്തനിങ്ങനെ കിടക്കണം, അവൻ്റെയൊക്കെ ഒരു ഗതികെട്ട ശാപിക്കപ്പെട്ട ഒരു ജന്മം എന്ന് നമ്മൾ ഉള്ളിൽ ചിന്തിച്ചാൽ അല്ലേ, ഇവനൊക്കെ ഇങ്ങനെ വെറുതെ ഉള്ളതെല്ലാം ചെയ്ത് അധ്വാനിച്ച് കാശ് മുഴുവനും കുടിച്ച് ഇന്ന് നമ്മൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ വിധിച്ചാൽ എന്താ സംഭവിക്കുന്നേ? ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് ഞാൻ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ്, ഇത് ഞാൻ അറിയണം, വിശ്വസിക്കണം എന്നെല്ലാം നമ്മൾ പറയുമ്പോഴും ഈശോ എൻ്റെ കൂട്ടത്തിലുള്ളവരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നും കൂടി ഞാൻ മനസ്സിലാക്കണം. ഞാൻ അല്പം പ്രാർത്ഥനക്കാരിയും മറ്റുള്ളവർ അത്ര അങ്ങോട്ട് പോരാ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ സ്നേഹത്തെ ഞാൻ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഈശോയുടെ മനോഭാവം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ മനോഭാവം എന്തായിരുന്നു? ഈശോ ചുങ്കക്കാരോടും പാപികളോടും ചുങ്കക്കാരും പാപികളും വേശ്യകളും അവരെ കൂടുതൽ ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യനാണ് ഈശോ. അപ്പോൾ ആ ഒരു ഈശോയുടെ അനുഗാമികളായ ഞാൻ എൻ്റെ സമൂഹത്തിലുള്ള ആൾക്കാരായിരിക്കാം, എൻ്റെ കുടുംബത്തിലുള്ള ആളുകളായിരിക്കാം അല്ലേ. അപ്പോൾ കുറവുകളുള്ള ആളുകളുണ്ടാവാം. ഈ കുറവുകളുള്ള ആളുകളുടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവരെ ഇങ്ങനെ ശരിയാകത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് ശരിക്കും ഈശോയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് കിട്ടണം കേട്ടോ, നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കിട്ടണം. എൻ്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാളോ എൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളോ അവൻ എത്രമാത്രം ന്യായമായ രീതിയിൽ പാപത്തിൽ ജീവിക്കുന്ന ആളാണെന്ന് എനിക്കറിയാമെങ്കിലും അയാൾ മോശപ്പെട്ടവനാണെന്ന് വിധി പറയാൻ എനിക്ക് അധികാരം ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈശോ ആയിരുന്നെങ്കിൽ അയാളെ എങ്ങനെ കാണുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കണം അല്ലേ. ഈശോ അയാൾ ഇപ്പോൾ ശരിക്കും തെറ്റുകാരൻ തന്നെയാണ്, ആയിരിക്കും. പക്ഷേ അവനെ വിധിക്കാൻ എനിക്ക്, കാരണം ഇത് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വൈകാരികമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളവില്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അതൊക്കെ ശരിയാണെങ്കിൽ, പക്ഷേ ശരിക്കും ഈ സ്നേഹം ഞാൻ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ, എത്രമാത്രം തഴയപ്പെട്ട ഒരാളാണെങ്കിലും, എത്രമാത്രം മോശപ്പെട്ട ഒരാളാണെങ്കിലും, എത്രമാത്രം പാപിയായ ഒരാളാണെങ്കിലും, എൻ്റെ കുടുംബത്തിലോ എൻ്റെ സമൂഹത്തിലോ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുണ്ടെങ്കിൽ അയാൾ നശിക്കപ്പെട്ടവരാണെന്നും അയാൾ കൊള്ളില്ലാത്തവനാണെന്നും പറഞ്ഞ് അയാളെ മാറ്റി നിർത്തുകയോ അയാൾക്കെതിരെയോ സംസാരിക്കുകയോ ചെയ്താൽ എൻ്റെ അകത്ത് ഞാൻ വെറും ഒരു ഫരിസേയനായി മാറുകയാണ്. പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അകത്ത് കിടക്കുന്ന ഫരിസേയനാണ് അവിടെ. ഒരു വചനമെടുത്ത് ലൂക്കായുടെ സുവിശേഷം 15:1, ലൂക്ക 15:1. എന്താണ് ഈശോ 15 എന്താണ്? ഒരുപാട് ഉപമകൾ പറയുന്നതാണ്. 3 ഉപമകളാണ് ഈശോ പ്രധാനമായിട്ടും പറയുന്നത്. അതിൻ്റെ ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും അല്ലേ, ഇവൻ പാപികളെ സ്വീകരിക്കുകയും ഇവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ ഈ മനോഭാവം നമ്മൾ ചിന്തിക്കണം. ഈശോയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ദൈവശാസ്ത്രം അറിയാവുന്നവരോ അവർ കാലഘട്ടത്തിൽ ഉന്നത തലത്തിൽ ജീവിച്ചിരുന്ന ആളുകളോ അല്ല. ആരാണ്? പാപികളും ചുങ്കക്കാരുമായിട്ടുള്ള ആളുകളാണ്. അവൻ
ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വാക്ക് കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഈശോ അവരെ എല്ലാം എന്ത് ചെയ്തു? സ്വീകരിച്ചു. കണ്ടോ, രണ്ടാമത്തെ വചനം, അവൻ പാപികളെ സ്വീകരിക്കുകയും അല്ലേ അവരോട് കൂടെ ഭക്ഷണത്തിനിരിക്കുകയും ചെയ്തു അല്ലേ. ഇതിനെ നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കണം. കാരണം ഈശോയുടെ കാഴ്ചപ്പാട് ഇതാണ്. ഈശോ വേറൊരു ഉപമ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. ഏതാണ് ഒരു ഉപമ ഇതുമായി ബന്ധപ്പെട്ട്? ഇതിപ്പോൾ ഈശോ 3 ഉപമ പറയും. ഇതിൻ്റെ തൊട്ടടുത്ത് 18-ാമത്തെ വാക്യം എടുക്കുക. ലൂക്ക 18-ാമത്തെ അധ്യായം 18:9 തുടങ്ങി ഈശോ ഒരു ഉപമ പറയുന്നുണ്ട്. ഏതാണ്? അതേതാ ഒരു ഉപമയാണ്? അതേതാ ഉപമ? ചുങ്കക്കാരും ഒരു ചേട്ടൻ വേറൊരാളും കൂടി പ്രാർത്ഥിക്കുന്നതാണ്. ഏതാണ്? നമുക്കറിയാം. ഫരിസേനും ചുങ്കക്കാരനും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയത് ഈശോ പറഞ്ഞു, അറിയാമല്ലേ? ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് ചുങ്കക്കാരൻ മാർത്തടിച്ച് പ്രാർത്ഥിച്ചു. മറ്റേ പുള്ളി എന്ത് ചെയ്തു? എല്ലാം കൃത്യമായിട്ട് പറയാണ്. അയാൾ ചെയ്തതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, പരിസയം ചെയ്തതിനകത്ത് എന്തെങ്കിലും അയാൾ നുണ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അയാൾ ചെയ്യുന്ന കാര്യമൊക്കെ തന്നെയാണ് ഈ പരിസയം പ്രാർത്ഥിച്ചത് അല്ലേ. പരിസയം നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്നാൽ ഞാൻ ഈ പറയുന്ന അക്രമികളും പിന്നെന്താണ് നീതിരഹിതരും വ്യഭിചാരികളും ഈ പറയുന്ന മറ്റു മനുഷ്യരെ പോലെയോ ഈ താഴെ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ ഒന്നും അല്ല അല്ലേ. എന്നിട്ട് പറയാണ് എന്ത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ചെയ്യുന്ന ഉപവാസത്തെക്കുറിച്ച്, ഇദ്ദേഹം ചെയ്യുന്ന നന്മ പ്രവർത്തികളെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. പരിസേൻ്റെ കുഴപ്പം എന്താ? ശരിക്കും പറഞ്ഞ കുഴപ്പം എന്താണെന്നറിയാമോ? പരിസയം നുണയൊന്നും പറഞ്ഞിട്ടില്ല. പരിസയം ചെയ്ത കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റേ പുള്ളി ശരിക്കും പാപിയാണ്, പാപിയായ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ എന്നിട്ട് ഈശോ പറയുന്നതാണ്, ഈ പാപിയാണെന്ന് പറഞ്ഞ ആളെയാണ് കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? സ്വയം നീതിവാനാണെന്ന് പറഞ്ഞു. ശരിയാണ്. മറ്റേ ആളെ എടുത്തോളം ഞാനും മനസ്സിലാക്കണം, എനിക്ക് ഈശോയിലൂടെ അല്ലാതെ ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളിലൂടെയോ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലല്ല എനിക്ക് രക്ഷ. എൻ്റെ രക്ഷ ഈ പുണ്യപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ്. ഈശോയിലൂടെയുള്ള പുണ്യപ്രവൃത്തിക്ക് മാത്രമേ എന്തുള്ളൂ അല്ലേ രക്ഷയ്ക്ക് കാരണമായി മാറാൻ പറ്റുള്ളൂ. യെസ്. ഞാനീ പറഞ്ഞു വന്നത്, ഈ ചുങ്കക്കാരൻ്റെയും ഈ പറയുന്ന ഫരിസേൻ്റെയും പ്രാർത്ഥനയിൽ ഈശോ എപ്പോഴും ഈ പറയുന്ന പാപിയുടെ പക്ഷത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ഈ പാപികളായിട്ടുള്ള, അല്ലെങ്കിൽ മൊത്തം ഈ പറയുന്ന ഈ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം എടുക്കുക. 15 നമ്മൾ കണ്ടത് തന്നെ. ഈശോ പറയുന്ന ഉപമയാണ്. ലൂക്ക 15-ൽ 3 ഉപമകൾ പറയുന്നുണ്ട്. ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വാക്ക് കേൾക്കാൻ വന്നുകൊണ്ടിരുന്നു. ഫരിസേരും നിയമജ്ഞരും പിറുപിറുത്ത് ഇവൻ പാപികളെ സ്വീകരിക്കുകയും. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചേ, ശരിക്കും ഈശോയെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ആര്? ഫരിസേയർ. കാരണം ഇവർക്ക് പഴയ നിയമം മുഴുവനും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഫരിസേയർ. നിയമജ്ഞർ, നിയമത്തെ അറിയാം, ബൈബിൾ അറിയാവുന്ന ആളുകളാണ് ഇവർക്ക്. ഈ പറയുന്ന പഴയ നിയമത്തിൻ്റെ മുഴുവനും പൂർത്തീകരണമായ ആളാണ് ആര്? ഈശോ. പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈശോയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി എഴുതി. പഴയ നിയമത്തിൻ്റെ കേന്ദ്രമായ ഈ ഈശോ വന്നിട്ട് പഴയ നിയമം മുഴുവൻ അറിയാവുന്ന ആളുകൾക്ക് ഈ ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. പഴയ നിയമം മുഴുവൻ അറിയാവുന്ന ആളുകൾക്ക് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ ഈശോ വന്നിട്ട് ഈ ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നിട്ട് പറയാണ് ഇവർ ഈ പാപികളുടെയും അല്ലേ. നമുക്ക് ഇത് പറ്റുന്ന അബദ്ധം, നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഈശോയുടെ മനോഭാവത്തിന് ചേരാത്ത വിധത്തിൽ നമ്മൾ ഇങ്ങനെയുള്ളവരെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ഈശോയെ മനസ്സിലാക്കിയിട്ടില്ല. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. പോരാ എല്ലാവരും കൈ ഉയർത്തി പറഞ്ഞു. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഉച്ചത്തിൽ ഹല്ലേലൂയ. അതായത് ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തുള്ള ഒരാളെയോ എൻ്റെ പുറത്തുള്ള ഒരാളെയോ ഞാനിങ്ങനെ ഒറ്റപ്പെടുത്തുകയും തഴയുകയും അവഗണിക്കുകയും ന്യായമായ കാരണങ്ങൾ ഉള്ളപ്പോൾ തന്നെ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ഈശോയുടെ മനോഭാവത്തിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അപ്പോഴും ഇതേ വാക്ക് തന്നെ അവിടെ ആവർത്തിക്കേണ്ടി വരും. എനിക്കെല്ലാം അറിയാം, ബൈബിൾ അറിയാം, പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര അനുഭവമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ശരിക്കും ഈശോയെ അവൻ അറിഞ്ഞിട്ടില്ല. അവർ ചിലപ്പോൾ മറ്റു വരങ്ങളോ കൃപകളോ ഒക്കെ കാണുമായിരിക്കും. പക്ഷേ
കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാളെ അവൻ്റെ കുറവുകളോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ആരാണെങ്കിലും അവൻ ഈശോയെ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ വ്യാഖ്യാനിക്കണം. അല്ലേ? അങ്ങനെ ഒരു വചനമുണ്ടല്ലോ യോഹന്നാന്റെ ലേഖനത്തിൽ. ഏതാണ്? ഒരുവൻ താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം അത് ഏതാണ് ലേഖനമാണ്? നിങ്ങൾ കേട്ടിട്ടില്ലേ? 1 യോഹന്നാൻ 4:20. ഒരുവൻ താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ 1 യോഹന്നാൻ 4:20. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ എന്താ പറയുന്നേ? കള്ളം പറയുന്നത്. എന്ന് വെച്ചാൽ അവൻ്റെ ഭയങ്കര ദൈവസ്നേഹമാണ്, അവന് ഭയങ്കര പ്രാർത്ഥന അനുഭവവും അരൂപിയും കൃപയൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ്, പല കുട്ടികളൊക്കെ ചിലപ്പോൾ വന്നിട്ട് പറയും, ഈ അപ്പൻ്റെ അമ്മയുടെ പ്രാർത്ഥന കാരണം ഞങ്ങൾ മടുത്തിരിക്കുകയാണ് എൻ്റെ അച്ഛ. ഇവരെപ്പോഴും പള്ളിയും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ, പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉടക്കുവാണ്. ഇവരുടെ ഈ പള്ളിയും പ്രാർത്ഥനയും ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ പള്ളിയിൽ പോക്ക് നിർത്തി എന്ന് പറയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുമുണ്ട്. നമ്മൾ രണ്ടും തമ്മിലൊരു ബന്ധമില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് എന്താണ്? എതിർ സാക്ഷ്യം അല്ലേ? എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആത്മീയതയും എല്ലാം ഉന്നതയിൽ നിൽക്കുമ്പോൾ ജീവിതവുമായി കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മളതിനെ ചിന്തിക്കണം. ഞാൻ ഇറങ്ങിപ്പോന്ന ഇപ്പം അങ്ങോട്ട് പോകുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കണം. ഇതിൻ്റെ അകത്തെനിക്ക് കുറവുകളുള്ള ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ സ്പിരിച്വാലിറ്റി എന്താണെന്നാ പറയുന്നത്? കള്ളത്തരം. ഞാനിതിനെ വിമർശിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നരുത്, എനിക്കും ബാധകമാണ്. ഞാൻ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന വലിയ വചന പ്രഘോഷങ്ങൾ നടത്തിയിട്ട് എനിക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് ഒരു ഗുണവും എനിക്കില്ല, നിങ്ങൾക്കുണ്ടാവും. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ഒന്നിച്ചിരുന്ന് ധ്യാനിക്കുക മതി. കാരണം ഒറ്റ കാര്യമുള്ളൂ, ദൈവം എന്നാൽ സ്നേഹമാണ്. ദൈവം എന്നാൽ സ്നേഹമാണ്. ഈ സ്നേഹം ഇല്ലാതെ ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കോൺട്രഡിക്ഷനാണ്. അക്ഷരാർത്ഥത്തിൽ വിപരീതാത്മകമായ അർത്ഥങ്ങളാണ് ഇത് രണ്ടും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ഭയങ്കര ദൈവവും ഭയങ്കര വിശ്വാസവും, പക്ഷെ അപ്പുറത്തെ സ്ഥലത്ത് ഒരു സ്നേഹം ഇല്ലെങ്കിൽ എൻ്റെ അകത്ത് കള്ളത്തരം ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മളതിനെ വളരെ ഗൗരവത്തോടെ നമ്മൾ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി പള്ളിയും പ്രാർത്ഥന നിർത്താനല്ല പറയുന്നത്, അല്ലേ? പള്ളിയും പ്രാർത്ഥന നിർത്താനല്ല, നമ്മൾ ഒന്നടങ്കം ഇരുന്ന് പശ്ചാത്തപിച്ച് ഈ പ്രവൃത്തിയുടെ തലങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. നമുക്ക് ഈ കൈകൊട്ടിപ്പാടാനും അഭിഷേകം പ്രാപിക്കാനും വിടുതൽ പ്രാപിക്കാനൊക്കെ ഭയങ്കര ഉത്സാഹവും ശക്തിയൊക്കെയാണ്, അല്ലേ? ഭയങ്കര വിടുതൽ, ഭയങ്കര പവറൊക്കെ ശരിയാണ്. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ ഒരു തലത്തിൽ നിന്നിട്ട് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ സാധനം ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ കൊണ്ടൊന്നും, അല്ലേ? ഈ ശുശ്രൂഷകൾ എനിക്ക് എന്തിന് പവർ കിട്ടണം? ഈ അനുഭവം ഉണ്ടല്ലോ, ശുശ്രൂഷയ്ക്ക് കിട്ടുന്ന അനുഭവം, ഈ അനുഭവം വീട്ടിൽ സ്നേഹം ജീവിക്കാനുള്ള പവർ തരണം. സത്യം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഇത് നമ്മളിതിനെ വളരെ വളരെ വിമർശനാത്മകമായ രീതിയിൽ നമ്മളതിനെ ധ്യാനിക്കുകയും എടുക്കുകയും ചെയ്യേണ്ട വചനഭാഗമാണ്. യെസ്. ഉപമ. ഈ യോഹന്നാൻ്റെ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 3 ഉപമകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? അവസാനമാണ് ധൂർത്തപുത്രൻ. ഏറ്റവും ആദ്യത്തേത് കാണാതെ പോയ ആടിൻ്റെ ഉപമ, രണ്ടാമത്തേത് കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ, മൂന്നാമത്തേതാണ് എന്ത്? അല്ലേ? മൂന്നാമത്തേതാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. യെസ്. ഈ ധൂർത്തപുത്രൻ കാണാതായ ആടിൻ്റെ ഉപമയ്ക്കകത്ത് എന്താ പറയുന്നത്? കാണാതായ ആട്, ആദ്യത്തെ ഉപമ. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? 99 ആടുകളെ വിട്ടിട്ട് 100 എണ്ണത്തിൽ 99 ഉണ്ട്, 99 വിട്ടിട്ട് ഒന്നിനെ തേടി പോകുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾക്ക് ഇടയനാണ്, ഇടയന് 100 ആടുകളുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇദ്ദേഹം കൊണ്ടുപോയി ഭക്ഷണമെല്ലാം കൊടുത്തതിന് ശേഷം തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ ഇതിനെല്ലാം കൂട്ടിലേക്ക് കയറ്റുന്നത് എണ്ണിയാണ്. അപ്പോൾ ഇങ്ങനെ എണ്ണി കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം വരുമ്പോൾ 97 98 99 തീർന്നു. ചിലപ്പോൾ ഒന്നുകൂടെ ഇദ്ദേഹം എണ്ണിക്കാണും, എനിക്ക് എണ്ണം തെറ്റി, ഒരെണ്ണമല്ലേ ഉള്ളൂ, അല്ലേ?
ശരിക്കും ഒന്നോടെ എണ്ണിയതിന് ശേഷം നോക്കുമ്പോഴും 99 അവസാനിക്കുകയാണ്. അപ്പോൾ അതേ പിന്നെ ഈശോ പറയുന്നത് എന്താണെന്നറിയോ? എന്താണ് പറയുന്നത്? കണ്ടു കിട്ടുവോളം ഇതിനെ തേടി അലയാണ്. അതിനകത്ത് കോംപ്രമൈസ് ഒന്നും ഇത്ര സമയം ഇത്ര കാലം എന്നില്ല. ഈ പറയുന്ന നഷ്ടപ്പെട്ടതിനെ കൂടുതൽ പ്രാധാന്യത്തോടെ ദൈവം എന്ത് ചെയ്യുന്നു? തേടുകയാണ്. ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. നമ്മളും ഈ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ചാൽ, അല്ലെ അവൻ പോയതാണ്, അവൻ എന്തുമാത്രം ഇനി ചെയ്താലും അവൻ ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവനെ മാറ്റി നിർത്തിയാൽ ഈശോയുടെ മനോഭാവത്തിന് എതിരാണ്. അവൻ നഷ്ടപ്പെട്ടതാവാം, അവൻ ഈ ലോകത്തിൻ്റെ സുഖം അനുഭവിച്ച് ലോക വഴികളിലൂടെ യാത്ര ചെയ്തതാവാം, അവനിപ്പോൾ ഇങ്ങനെ മുള്ളിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞെരുങ്ങി കിടക്കുകയാണ്, ദേഹമാസകലം മുറിപ്പെട്ട് അവനെല്ലാം തീർന്നു കിടക്കുകയാണ്. പക്ഷേ കർത്താവ് പറയാണ്, അവനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകണം, അവനെ കണ്ടുകിട്ടണം. അതാണ് ഈശോയുടെ മനോഭാവം. ഇനി അടുത്തത് തന്നെയാണ് നാണയം, അല്ലേ? പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസം. മറ്റേത് പുറത്താണ് കാണാതെ പോയത്, നാണയം കാണാതെ പോയത് അകത്താണ്, അല്ലേ? ഈ അകത്ത് കാണാതെ പോയത് എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ വിളക്ക് കൊളുത്തി ചേച്ചി എന്ത് ചെയ്യാണ്? അടിച്ചു വാരുകയാണ്, അല്ലേ? അകത്ത് കാണാതെ നമ്മൾ കൊളുത്തേണ്ട വിളക്ക് ഏതാണ്? ഈശോ. അടിച്ചു വാരണം വീട്, അകമാണ്. ഈ അകത്തടിച്ചു വാരി എന്ത് കിട്ടണം? ചിലപ്പോൾ നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്ത്, അല്ലെ, 1 രൂപ പോയി കഴിഞ്ഞാൽ 99 രൂപ, അല്ലെ? നമ്മൾ ഈ 1 രൂപ പോയതിനെ ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കൂ? 100 രൂപ കയ്യിലുണ്ട്, 1 രൂപ അല്ലേ പോയുള്ളൂ, ബാക്കി 99 രൂപയും കയ്യിലുണ്ട്. അപ്പോൾ 1 രൂപ പോയത് പോട്ടെ, സാരമില്ല എന്നല്ല നമ്മൾ നോക്കുള്ളൂ, അല്ലേ? ഇവിടെ ഈശോ പറയാണ്, എന്താണ്? 10 നാണയമുള്ള ചേച്ചിയാണ്. 10 നാണയത്തിൽ 1 നാണയേ പോയിട്ടുള്ളൂ, ബാക്കി 9 ചേച്ചിയുടെ പെട്ടിക്കകത്ത് ഡിപ്പോസിറ്റാണ്. പക്ഷേ ഈശോ പറയാണ്, ഈ ചേച്ചി 9 പോയ പോട്ടെ, ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് വില കൊടുത്ത് തപ്പുകയാണ്. എന്നിട്ട് തപ്പിയിട്ടോ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരെണ്ണത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. അടുത്ത എന്താണ്? അടുത്ത ഉപമയാണ് എന്ത്? ധൂർത്തപുത്രൻ്റെ ഉപമ. ഇത് രണ്ടും ഈ പറയുന്ന മോളിൽ പറഞ്ഞ രണ്ടും ധൂർത്തപുത്രൻ്റെ ഉപമയ്ക്കകത്തുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമ, യെസ്. ധൂർത്തപുത്രൻ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെയൊക്കെ വീടുകളിലും കാണും. നമ്മൾ ഈ വേറൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ ആ ഉപമയെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അകത്തും കാണും ഇതുപോലെ ഓരോ ധൂർത്തപുത്രന്മാർ. അപ്പോൾ ഇവനെ കഥ കടച്ച് വെണ്ണം വെച്ച് മേലാൽ വീട്ടിൽ കയറി പോയേക്കരുതെന്ന് പറഞ്ഞ് വിട്ടോ പിതാവ്? ഇല്ല, അല്ലേ? പിതാവ് എന്താ ചെയ്തേ? അവൻ എല്ലാം കൊണ്ടുപോയി അവൻ പോയതാണ്, അവൻ്റെ എല്ലാ അവകാശം മേടിച്ചുകൊണ്ട് അവൻ പോയതാണ്. പക്ഷേ എന്താ ചെയ്തേ പിതാവ്? ഇവൻ ഓടി വന്നപ്പോഴേക്ക് ഓടിച്ചെന്ന്, അല്ലേ, അവനെ കെട്ടിപ്പിടിച്ച്, അല്ലേ, അവന് പുതിയ വസ്ത്രം കൊടുക്കുന്നു, പുതിയ മോതിരം കൊടുക്കുന്നു, അല്ലേ, ചെരുപ്പ് കൊടുക്കുന്നു, ആഘോഷമാക്കുകയാണ്. എന്ന് വെച്ചാൽ ഈശോയുടെ മനോഭാവം ഇതാണ്. നഷ്ടപ്പെട്ടു, അങ്ങേയറ്റം തീർന്നു പോയതാണ്. പക്ഷെ എന്ത് ചെയ്യാണ്? ചേർത്ത് നിർത്തിയിട്ട് ഭയങ്കരമായിട്ടങ്ങ് കൊടുക്കുകയാണ്. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. ഇതാണ് ദൈവസ്നേഹം ഉള്ള ഒരു വ്യക്തി, ദൈവസ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിങ്ങനെ നഷ്ടപ്പെട്ടതിനെയും, അല്ലേ, കുറവുകളുള്ളതിനെയും എന്ത് ചെയ്യണം? ചേർത്ത് നിർത്തണം. ഈ റോമ 2:1 ഒരു വചനമുണ്ട്. റോമ 2:1-3. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആണെങ്കിലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് യാതൊരു ന്യായീകരണവുമില്ല. കാരണം വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. ഉണ്ടാവും. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആണെങ്കിലും മറ്റൊരുവനെ, അതാരാണെങ്കിലും, അല്ലേ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണെങ്കിലും ആരാണെങ്കിലും, അയാളെ അങ്ങനെയാണ് അവൻ മോശപ്പെട്ടവനാണെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. നീ ആര് തന്നെയാണെങ്കിലും മറ്റൊരുവനെ വിധിക്കാൻ നിനക്ക് അധികാരമില്ല. കാരണം എന്താണ്? വിധിക്കുമ്പോൾ നീ എന്നാ ചെയ്യുന്നേ? നീ അതേ കുറ്റങ്ങൾ തന്നെ നോക്കി. ഒരാളെ ഏത് പാപത്തിൻ്റെ പേരിലാണോ ഞാൻ വിധിക്കുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഈ അടുക്കളയിൽ ഇരുന്നുള്ള സംസാരങ്ങൾ തുടങ്ങി നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ അവനെ ഇങ്ങനെ അങ്ങോട്ട് തേച്ചൊട്ടിച്ച്
അവനെതിരെയും അവൻ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ ഒരാൾക്കെതിരെ ഇങ്ങനെ ആരോപണം നടത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ഈശോയുടെ സ്നേഹത്തിൻ്റെ 7 അയലോക്കത്ത് എത്തിയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്തിരുന്ന് അടുത്ത നിമിഷമുള്ള കുരിശുവരയ്ക്ക് ഇവന് ഭയങ്കര ദൈവാനുഭവം ആയിരിക്കുകയും ചെയ്യും. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെ, ഇത് രണ്ടാണ്, കോൺട്രഡിക്ഷനാണ്, ചേരാത്തതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാളെ ആരെയും വിധിക്കുക. തൊട്ടടുത്ത് അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി, അതിന് തന്നെ രണ്ട് അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണ്. നമുക്കറിയാം, ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, അടുത്തെന്താണ്? ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് പറ്റുമോ? വേറൊരാളെ വിധിക്കുന്ന നീ ഒരിക്കലും, അല്ലേ, ഇത് തന്നെയാണ് ഈ വേറെ അടുത്ത് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 7, ആ വിധിക്കുന്ന വിധിയാൽ തന്നെ നീയും വിധിക്കപ്പെടും. അത് വളരെ കൃത്യമാണ് കേട്ടോ, അത് വളരെ കൃത്യമായ വചനമാണ്. ഇപ്പം നമ്മൾ കുമ്പസാരത്തിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, കുമ്പസാരത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്നെ തന്നെ വിധിക്കുന്നു. മറ്റേത് നമ്മൾ കുറ്റം പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ മറ്റൊരാളെ വിധിക്കുന്നു, അല്ലേ? എന്താണെങ്കിലും നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റൊരാളെ വിധിക്കുകയാണെങ്കിൽ ആ അളവനുസരിച്ചായിരിക്കും നിനക്ക് വിധി. കുമ്പസാരക്കൂട്ടിൽ നീ എന്നെ തന്നെയാണ് വിധിക്കുന്നത്. ഞാൻ എൻ്റെ പിഴ പറഞ്ഞ് എന്നെ തന്നെ വിധിച്ചിട്ട് ഞാൻ കുമ്പസാരക്കൂട്ടിൽ പോയി കഴിഞ്ഞാൽ അതനുസരിച്ചായിരിക്കും ആർക്ക് വിധി? എൻ്റെ വിധി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിധിയൊന്നും എൻ്റെ മേൽ പിന്നെ ഉണ്ടാകില്ല. ആ വിധിയൊന്നും പിന്നെ എൻ്റെ മേൽ ഉണ്ടാവില്ല. മറ്റേത് ഞാൻ വിധിച്ച വിധി മുഴുവനും എൻ്റെ മേൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈശോയുടെ സ്നേഹം അനുഭവിക്കുകയും ഈശോയെക്കുറിച്ച് ഒരുപാട് പറയുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും എല്ലാം ചെയ്യുന്ന ഞാൻ ഈശോയുടെ മനോഭാവത്തിനെതിരായി ഇങ്ങനെ നടക്കുന്ന ആളുകളെ, ഞാൻ ഒരുപാട് അല്ല പറയുന്നത്, നമ്മുടെ വീടിൻ്റെ അകത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കാൻ, ഇങ്ങനെ ചേർത്ത് നിർത്താൻ ശ്രദ്ധിക്കുമ്പോഴാണ്. അപ്പോൾ ഈശോ അന്ത്യവിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈശോ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അന്ത്യവിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതെല്ലാം നിസ്സാരമായി നമ്മൾ കാണരുത്. അന്ത്യവിധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ്? എത്രയാണ്? ഏതാണത്? മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം, മത്തായി 25-35 തുടങ്ങിയുള്ള വചനഭാഗം. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, അല്ലേ, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. ഇതാണ് ഈശോ പറയുന്നത്. ശ്രദ്ധിക്കണേ, അതായത് എൻ്റെ വീടിൻ്റെ അകത്ത് ചിലപ്പോൾ രോഗി എന്ന് പറയുന്നത് ശരീര രോഗമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മാനസികമായി രോഗമുള്ള ആളുകൾ ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ അകത്ത് കാണും. ആത്മീയമായി രോഗമുള്ള ആളുകൾ എൻ്റെ വീടിൻ്റെ അകത്ത് കാണും, അല്ലേ? ചില ആളുകൾ തടവറയിലായിരിക്കും, പാപത്തിൻ്റെ തടവറയിൽ. ഈ രോഗവും നഗ്നതയും തടവറയിലും കിടക്കുന്ന ആളുകളെ അവൻ അല്പം കൂടി രോഗത്തിൻ്റെ ആക്കം കൂട്ടാൻ, മാനസിക സംഘർഷം കൊടുക്കാൻ ഞാൻ പരിശ്രമിക്കുന്നതല്ലാതെ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരാളെ, ഈ രോഗത്തിലുള്ള ഒരാളെ ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈശോ എന്ത് പറയുന്നത്? അത് അവസാനത്തെ വിധിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ആർക്ക് ചെയ്തതാണ്? ഈശോയെ പോലെ കണ്ടുകൊണ്ട് നീ അവനെ സ്നേഹിക്കണം എന്നല്ല ഈശോ പറഞ്ഞത്. ഈശോയെ പോലെ അവനെ കണ്ടുകൊണ്ട് അവൻ കാരാഗ്രഹത്തിലാണ്, അവനെ ശുശ്രൂഷിക്കണം എന്നല്ല പറഞ്ഞത്. അതിൻ്റെ 40-ാമത്തെ വചനം 40 രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും ഈ എളിയ സഹോദരന്മാരിൽ ഒരുവരെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അത് ഈശോയെ പോലെ ഒരാളല്ല, മറിച്ച് ആരാണ്? ഈശോ തന്നെ. ഞാനിതിനെ ഇത്രയും സംസാരിക്കാൻ കാരണം ഈശോ ഇങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഈശോ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും അടങ്ങും, നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മളിതിനെ ഈ ദൈവ സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ ദൈവസ്നേഹത്തിൻ്റെ ഛായ, ദൈവസ്നേഹത്തിൻ്റെ ചൈതന്യം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ കടപ്പെട്ടവനായി ആണ് നമ്മൾ, അല്ലേ? അപ്പോൾ ഒരു കാരണവശാൽ എൻ്റെ യുക്തിക്കനുസരിച്ചുള്ള എനിക്കിതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും നന്മയുണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ആളെ ഞാൻ സ്നേഹിക്കും, അല്ലേ? ഇയാൾ എപ്പോഴും എനിക്കെതിരെ പ്രവർത്തിക്കുകയും എൻ്റെ നാശം ആഗ്രഹിക്കുകയും എനിക്കെതിരെ ചെയ്യാത്ത കള്ളത്തരം
ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വേറെ ആളുകളൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇയാൾ നമുക്കെതിരാണ്. പക്ഷേ ഈ ആളെ ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ മനസ്സിലാക്കി സ്നേഹിക്കുന്നിടത്താണ് ദൈവസ്നേഹം ഉള്ളത്. ഇത് പാടാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, അതായത് ഈശോ ഇങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വേറെ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ മടുപ്പുണ്ടാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ നിരന്തരമായി ഇങ്ങനെ എന്നുവെച്ചാൽ ഈ സഹനത്തിൻ്റെ വഴികളിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വിചാരിക്കും ദൈവം ഇത്രയും സഹനം എനിക്ക് ജീവിതത്തിൽ തന്നിട്ട് ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്ത് യുക്തിയാണ് അല്ലേ? ഇതെല്ലാം സഹനമല്ലേ? ഇങ്ങനെയുള്ള ആളുകളെല്ലാം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അല്ലേ, കെട്ടിയത് തൊട്ട് അല്ലേ മുഴുവൻ ദുരന്തങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ട് ദൈവം ഭയങ്കര സ്നേഹമാണ്, ഇത് മനസ്സിലാക്കണം എന്നെല്ലാം പറയുന്നതിൻ്റെ അകത്ത് എന്ത് യുക്തി, എന്ത് ന്യായം അല്ലേ? എൻ്റെ ജീവിതം മുഴുവൻ കണ്ണുനീരും കരച്ചിലും കഷ്ടപ്പാട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ആനന്ദം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയും എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്ത് അപ്പുറത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ ധാരാളമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാതെ പോകും അല്ലേ? ശരിക്കും സ്നേഹം നിറഞ്ഞവരെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ശരിക്കും ഈശോയ്ക്ക് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുവദിക്കുന്നത്. ഇത് ഞാൻ വെറുതെ ഒരു പറയാനായിട്ടൊരു സാധനത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് തന്നെ സഹിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാമോ, എല്ലാവർക്കും അറിയാമോ എന്നെ അറിയില്ല, എനിക്കൊരു കാലില്ല, മുട്ടിന് മുകളിൽ നിന്ന് മുറിച്ചു 22-ാമത്തെ വയസ്സിൽ. ഇപ്പോൾ 14 കൊല്ലമായി കാല് മുറിച്ചിട്ട്. ഒരു ശ്വാസകോശം ഇല്ല, അതും ക്യാൻസർ വന്ന് മുറിച്ചു. അത് മുറിച്ചിട്ട് കുറേ കാലങ്ങളായി. ഞാൻ പറയുന്നത് ഇതെല്ലാം ഉണ്ടായി ഇപ്പോഴും ഇങ്ങനെ തന്നെ ഈ വെപ്പുകാലിലും പരസഹായം തേടിയും മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ കനിവ് തേടിയിട്ടാണ് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത് ഭൂമിയിൽ. പക്ഷെ ഞാൻ പറയും, ഞാൻ ഭയങ്കര സന്തോഷവാനായിട്ടാണ് ജീവിക്കുന്നത്. ഇതിന് കാരണം മറ്റുള്ളവരെല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്നെ ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ടല്ല. മനുഷ്യൻ്റെ സ്നേഹത്തിന് എല്ലാത്തിനും എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. ഈ പറയുന്ന ഇന്ന് സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന ആൾ എന്നും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. മാത്രമല്ല, ഇന്ന് എന്നെ അമിതമായി സ്നേഹിക്കുന്ന ഒരാൾ നാളെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചെന്ന് വരാം. ഇതെല്ലാം മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഇത്രയൊക്കെ മനുഷ്യനെ കൊണ്ട് പറ്റൂ. പക്ഷേ കള്ളത്തരം കാണിക്കാത്ത ഒരാൾ, കള്ളത്തരം ഒരിക്കലും കാണിക്കുകയില്ലാത്ത ഒരാളുണ്ട്. അയാളുടെ സ്നേഹം കലർപ്പില്ലാത്ത സ്നേഹമാണ്, സത്യസന്ധമായ സ്നേഹമാണ്. ഇനി നമ്മൾ എന്തുമാത്രം പാപം ചെയ്താലും എന്ത് ചെയ്യും? ധൂർത്തപുത്രൻ ഇനിയും പോയിട്ട് വന്നാൽ ഈ പിതാവ് എന്തേ ചെയ്യുള്ളൂ? ഇങ്ങനെ ചെയ്യുള്ളൂ. ധൂർത്തപുത്രൻ ഇതെല്ലാം കഴിഞ്ഞ് ഭയങ്കര സ്വീകരണം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അപ്പൻ്റെ കുറെ കട അടിച്ചുകൊണ്ട് പോയാലും തിരിച്ചു വരുമ്പോൾ ഈ അപ്പന്, കാരണം ഈ അപ്പന് ഇതേ അറിയൂ. ഈ അപ്പൻ്റെ സ്വഭാവം സ്നേഹമാണ്. ഇതിൻ്റെ അകത്ത് ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് ഇവൻ ഇങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി ഇവരോട്ട് കൊടുക്കണ്ട എന്ന് ചിന്തിക്കാനായിട്ടുള്ള ബോധം നമ്മുടെ പിതാവിനില്ല. പിതാവിന് സ്നേഹിക്കാനേ അറിയൂ. അപ്പം ഞാൻ ഒരു കാരണവശാലും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില ദുരന്തങ്ങൾ ചിലപ്പോൾ ആത്മഹത്യയുടെ മുന്നിലായിരിക്കും നിൽക്കുന്നത്. അത്തരം ദുഃഖത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. പുറമേ നമ്മൾ പ്രത്യക്ഷത്തിലല്ലേ സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ അകത്ത് ഇങ്ങനെ വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്ന ആളുകളാവാം, മാനസികമായി ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുണ്ടാവാം, വല്ലാത്ത രീതിയിൽ നിരാശയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവാം. സഹോദരരെ, ഈശോ ഇന്ന് എൻ്റെ നാവിലൂടെ ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അത് നീ മനസ്സിലാക്കണം. അതാണ് ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ഇതാണ് നമുക്ക് ജീവിക്കാനുള്ള പവർ, എനർജി സോഴ്സ്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് എന്താ മുമ്പേ കണ്ടാണ് 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക്, നിങ്ങൾ പോരാ ഉച്ചത്തിൽ എന്താണ് ഞാൻ പറഞ്ഞത്? 2 കൊരിന്ത്യർ
ഇപ്പൊ അങ്ങ് പറഞ്ഞു തീർന്നേ ഉള്ളൂ. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം എനിക്ക് എന്ത് തരുന്നു? ഉത്തേജനം. ഇനി മറന്നു പോകരുത്, ഞാൻ പിന്നെ ചോദിക്കും എന്താണത്? ക്രിസ്തുവിന്റെ സ്നേഹം എനിക്ക് ഉത്തേജനം തരുന്നു, എനിക്ക് ജീവിക്കാൻ ഉത്തേജനം. നമുക്കറിയാം, ഇത് ഈ പറയുന്ന പോലെ അല്ല വീടിലെ കുടുംബം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം വർണ്ണശമ്പളമായ, എപ്പോഴും പൊട്ടിച്ചിരി, സന്തോഷം, ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമൊന്നും അല്ല. ജീവിതത്തിന്റെ യഥാർത്ഥ വശം പരിവരുത്തതാണ്. അതിൻ്റെ അകത്ത് സഹനങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് പവർ തരുന്നത് ഈശോയുടെ സ്നേഹമാണ്. ഇതല്ലാതെ നമ്മൾ പുറമെ നിന്ന് ഏത് സൈക്കോളജിയുടെ അടുത്ത്, ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഏത് സൈക്കോളജിയുടെ അടുത്ത് പോയാലും, ഞാനിതിനെ വിമർശിക്കുന്നതല്ല, മറ്റേത് ലോകത്തിൻ്റെ വഴികളിലൂടെ പോയാലും നിനക്കതിനുള്ള പൂർണ്ണമായ ഉത്തരം കിട്ടില്ല. ഈശോയുടെ ഈ സ്നേഹം അനുഭവിച്ചാലേ നമുക്ക് ഇതിനെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി കിട്ടുള്ളൂ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുടുംബ ജീവിതത്തിൻ്റെ ദൈവവിളി എന്ന് പറയുന്നത് പോലും ഇങ്ങനെ 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 കുറവുകളുള്ള ആളുകളെ, സഹനം തരുന്ന ആളുകളെ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ, നമ്മളെ നിരന്തരം കരയിപ്പിക്കുന്ന നമ്മുടെ ആളുകളെ ചേർത്ത് നിർത്തി ഞാൻ വെറും പൊട്ടനായിട്ട് ഇവരെ മനസ്സിലാക്കി സ്നേഹിക്കാനായിട്ടുള്ള ഒരു വിളിയാണിത്. ഉച്ചത്തിൽ പറയാമോ ഹല്ലേലൂയാ. എന്നാലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അതായത് ഇത് നമുക്ക് അങ്ങനെ സുഖമായിട്ട് കടന്നു പോകാവുന്ന അല്ലേ ആ ഒരു സംഭവം അല്ല. പക്ഷേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, സന്തോഷമായിട്ട് ജീവിക്കാം. എന്ത് കിട്ടണം ഇപ്പുറത്ത്? ഈ സ്നേഹം നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടിച്ച് 2 പേര് സ്രോതോട് വരുത്തി ആദ്യത്തെ വചനം നമ്മളിന്ന് കാണുന്ന മുഴുവനും പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈശോയുടെ സ്നേഹത്തെ നിറയാൻ വേണ്ടിയിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയുടെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. ഈശോയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു വചനം എടുക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:10. ഏശയ്യ 54:10. ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. എന്താണ്? മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എല്ലാവരും നമുക്കൊന്നും ചെയ്യല്ല. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ അചഞ്ചലമായ സ്നേഹം, അതാര് പറയുന്നതാണ്? കരുണയുള്ള കർത്താവ് അരുളി ചെയ്യാണ്. എന്താണ്? നിന്റെ മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, ജീവിതത്തിൽ എന്ത് മാറാം. അതാണ് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമുക്ക് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്ന ഒരാശ്രയവും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ മാത്രം ചതിക്കില്ല, അതാണ് പറയുന്നത്. എന്നാൽ ബാക്കിയെല്ലാം അകന്നു പോകാം, ബാക്കി എല്ലാ ബന്ധങ്ങളും അകന്നു പോകാം, ബാക്കിയുള്ള എനർജി സോഴ്സുകൾ നഷ്ടപ്പെടാം. എന്നാൽ എൻ്റെ സ്നേഹം അതിന് മാറ്റമില്ല. അതാണ് വചനം. ചൊല്ലി പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് തന്നെ 49, ഏശയ്യ 49:15 വായിച്ചു. മല കുടിക്കുന്ന കുഞ്ഞിന് അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേട്ടോ, ഇതാര് പറയുന്നതാണ്? ഈ ദൈവം നമ്മളോട് പറയാണ്, നീ എവിടെയാണ്? എൻ്റെ ഉള്ളം കയ്യിലാണ്, എൻ്റെ അകത്താണ്. ചിലപ്പോൾ നിൻ്റെ അമ്മ പോലും നിന്നെ മറക്കാം. ലോകം നൽകുന്ന സ്നേഹമൊന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആരെയും നമുക്ക്
അല്ലേ? അങ്ങനെ അങ്ങോട്ട് 100% വിശ്വസിക്കാൻ അല്ലേ ഈ സ്നേഹം. പക്ഷേ 100% വിശ്വസിക്കാൻ പറ്റുന്ന സ്നേഹമാണ് ഏത്? ഈ സ്നേഹം. അപ്പം ഈ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അതാണ് 1 യോഹന്നാൻ 3:1 പറയും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് എന്നെടുക്കാം. 1 യോഹന്നാൻ 3:1. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ഇത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, എന്നാ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത് അങ്ങനെയാണ്. പക്ഷെ അടുത്ത വചനം എന്താണ്? ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകങ്ങൾ എടുക്കേണ്ട. ആകാശമേ കേൾക്കുക, ഏഷ്യ 1:3. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതിരിക, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, ഞാൻ എൻ്റെ മക്കളോട് ഒരുപാട് സ്നേഹം കാണിച്ചു. പക്ഷെ എന്താണ്? അവരിത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഏഷ്യ 1:3. അല്ലെ? കാള തൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനന്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, ജനം മനസ്സിലാക്കുന്നില്ല. അതിന് 1-2 അല്ലേ? 2. ആകാശമേ കേൾക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. ഇപ്പം നിങ്ങൾ തന്നെ നോക്കി, ഇവിടെ ഇരുന്ന് ഒരുപാട് ആളുകൾ മാതാപിതാക്കന്മാരാണ് അല്ലേ? മാതാപിതാക്കന്മാരിങ്ങനെ മക്കളെ ഒരുപാട് സ്നേഹിച്ചു, അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വേർത്തൊഴുക്കി അവർക്ക് വേണ്ടി ജീവിച്ചു. മക്കളെല്ലാം വളർന്ന് വലുതായി ശേഷം ഈ മക്കൾ പറയാണ്, നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് ചോദിക്കും. നിങ്ങൾ എന്നാ സ്നേഹമാണ് എനിക്ക് തന്നത്. ഇതിപ്പരം കാരണവന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേറെ വാക്കൊന്നും വേണ്ട അല്ലേ? അവൻ്റെ ഇഷ്ടത്തിന് അല്ലെ അവളുടെ ഇഷ്ടത്തിന് അല്ലാത്ത രീതിയിൽ ഒരു ചെറിയ കാര്യത്തിൻ്റെ അകത്ത് ഒരു തീരുമാനം എടുത്താൽ മതി, ബാക്കിയുള്ളതെല്ലാം ഇവർ മറക്കും. ബാക്കിയുള്ള എല്ലാവരും മറന്നിട്ട് ചോദിക്കുക അല്ലേ? നല്ല മാന്യമായ ഭാഷയൊന്നും ആയിരിക്കണമെന്നില്ല കാരണവന്മാരെ വിളിക്കുന്നത്. പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് ചോദിക്കും, എന്താണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത്? എന്നെ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടു, എനിക്ക് എന്നാ തന്നു? ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്ക് സ്നേഹമുള്ള ഒരു അപ്പൻ്റെ അമ്മയുടെയും ജീവിതം അല്ല അത് തകർന്നു പോവാണ്. അതിനപ്പുറം മാതാപിതാക്കന്മാരുടെ ഹൃദയത്തെ തകർക്കാൻ വേറൊരു വാക്ക് വേണ്ട. കാരണം ഇതാണ് അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ആൾ പങ്കുവച്ചൊരു അനുഭവം കേട്ടാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം മുക്കുവൻ മീൻ പിടിച്ചിട്ട് വരുന്ന കാശ് കൊണ്ടാണ് മക്കളെ വളർത്തുന്നത്. ഒരു ദിവസം ഈ മകളെ ഡോക്ടറാകാൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ഈ പറയുന്ന അപ്പൻ 3 ദിവസത്തേന് കടലിൽ പോയി മീൻ കൊണ്ടുവന്ന് ലേലം വിളിച്ച് വിറ്റു. കിട്ടിയ കാശ് അതേപടി കുറേ കാശ് കിട്ടി. ഇതേ ഡ്രസ്സ്, ഈ മുഷിഞ്ഞ ആ മീൻ പിടിച്ച അതേ ഡ്രസ്സിൽ ഈ കിട്ടിയ കാശുമായി നേരെ ഈ കോളേജിലോട്ട് വരികയാണ്. കൊച്ചിൻ്റെ സ്ഥലത്ത് വന്നിട്ട് കാശ് കൊടുക്കാൻ വേണ്ടി വരിക. അപ്പോൾ ഇത് ഇങ്ങനെ കാശ് കൊടുത്തു, മോളെ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുഷിഞ്ഞ വസ്ത്രത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ അപ്പനെ മോള് കണ്ടപ്പോഴേക്കും, കൊച്ച് നല്ല കൊച്ചായിരുന്നു കേട്ടോ, കണ്ടപ്പോഴത്തേക്ക് ഈ മോളോടി സങ്കടം കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അപ്പൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് ഇപ്പോൾ കൂട്ടുകാരികളെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് അപ്പൻ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല വന്നത്, പെട്ടെന്ന് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഉടനെ കൊച്ച് ഓടിച്ചെന്ന് ഈ അപ്പനെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് കരയാന്ന് പറഞ്ഞാൽ ഏങ്ങലെടുത്ത് ഒച്ചത്തിൽ കരയാണ്. അപ്പം ഈ കരച്ചിൽ കണ്ട ഇവളുടെ കൂട്ടുകാരികളെല്ലാം പിന്നെ കരയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ അപ്പന് ഈ മകളോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തെ ഈ മകൾ മനസ്സിലാക്കിയപ്പോഴാണ് എന്തുണ്ടായത്? ഈ കരച്ചിലുണ്ടായത്. ഈ സ്നേഹത്തെ മനസ്സിലാക്കിയപ്പോൾ അത് പിന്നീട് ഒരു കൂട്ടക്കരച്ചിലേക്ക് മാറുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെങ്കിൽ നമ്മൾ ഈ സ്നേഹത്തെ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പൻ്റെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കും തോറും നമുക്കിത് അനുഭവമായി മാറത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരും എന്നുള്ളതാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. യെസ്. യോഹന്നാൻ്റെ സുവിശേഷം 15:9. യോഹന്നാൻ 15:9. അതിനെങ്ങനെയാണ്? ഈശോ പറയാണ്, പിതാവ് എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മറ്റൊരു കാര്യം, ഇതിൻ്റെ തന്നെ വേറൊരു തലമാണ് ഞാൻ സംസാരിക്കുന്നത്. സ്നേഹത്തിൻ്റെ തന്നെ മറ്റൊരു തലം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എന്നിട്ട് പറയാണ്,
നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. ശ്രദ്ധിക്കണം, ആരാ പറയുന്നേ? ഈശോ ശിഷ്യന്മാരോട് പറയാണ്. സാക്ഷാൽ ഈശോ, ഞാൻ എങ്ങനെയാ നിങ്ങളെ സ്നേഹിച്ചേ? എന്നെ എൻ്റെ പിതാവ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പിതാവിൻ്റെ സ്നേഹം ഈശോ എന്ത് ചെയ്തു? അനുഭവിച്ചു. ഈ പിതാവിൻ്റെ സ്നേഹം ഈശോ അനുഭവിച്ചിട്ടാണ് ഈശോ പറയുന്നത് എന്ത്? ഇതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. ഇത് ഞാൻ പറഞ്ഞത് ദൈവ സ്നേഹത്തിൻ്റെ അടുത്തൊരു വചനം കൂടെ കാണാം. 12-ാമത്തെ വചനം, അതിൻ്റെ തന്നെ 12. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം. എന്നാ അതിൻ്റെ അർത്ഥം? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നല്ല ഈശോ പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറൊരു വശമുണ്ട്. ഈശോയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാതെ എനിക്ക് എൻ്റെ സഹോദരനെ, ഇത് കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പന. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ പറയുന്ന ധൂർത്തപുത്രനെ പോലെയുള്ള ആളുകൾ നമ്മുടെ വീടിൻ്റെ അകത്ത് കാണും. ഇവരെ ചേർത്ത് നിർത്തണം എന്ന് പറയുമ്പോൾ ഇത് പ്രാക്ടിക്കലാകാൻ, ഇത് ചെയ്യണോ എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ പറ്റിയല്ല. അതാണ് എൻ്റെ സ്വന്തം കഴിവിലോ ശക്തിയിലോ ഈ സ്നേഹത്തെ പ്രാക്ടിക്കലാക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് എന്ത് വേണം? ഈശോ തന്നെ പറയാണ്, ഞാൻ എങ്ങനെയാ സ്നേഹിച്ചത് നിങ്ങളെ? യോഹന്നാൻ 15:9 ഈശോ പറയാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ. ഈ പോലെ എന്നുള്ള വാക്കിനെ നിങ്ങളൊന്ന് ചിന്തിക്കണം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ട് ഈശോ ശിഷ്യന്മാർ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ സ്നേഹം വേണം? പിതാവിൻ്റെ സ്നേഹം വേണം. എന്ന് വെച്ചാൽ ഈ സ്നേഹത്തിനൊരു ഫ്ലോ ഉണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളാരും മനുഷ്യരാരും, ശ്രദ്ധിക്കണം, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, മനുഷ്യരാരും ഈ സ്നേഹത്തിൻ്റെ ഫാക്ടറി അല്ല, പ്രൊഡക്ഷൻ. സ്നേഹം ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഒരു മനുഷ്യനും അല്ല. ഒരു മനുഷ്യനും എനിക്ക് സ്നേഹം കുറെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. സ്നേഹം കിട്ടിയത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് 100% ശരിയാണ്. നിങ്ങൾ ഈ ആന്തരിക സൗഖ്യ ധ്യാനം അത് കൂട്ടിയിട്ടുണ്ടോ? ആന്തരിക മുറിവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതിനകത്ത് പറയുന്നത് എന്താണ്? ചെറുപ്പകാലത്തിൽ കിട്ടാതെ പോയ സ്നേഹരാഹിത്യങ്ങളാണ് പിന്നീട് ഓരോ ദുഷ്ട സ്വഭാവങ്ങളായി, കോപമായി, വെറുപ്പായിട്ടൊക്കെ പിന്നീട് മാറുന്നത്. കാരണം എന്താണ്? കിട്ടിയിട്ടില്ല. എന്ത്? സ്നേഹം കിട്ടാതെ കിടക്കാണ്. ഈ കിട്ടാതെ കിടക്കുന്ന സ്നേഹമാണ് ഇവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, കിട്ടിയ സ്നേഹം മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. കിട്ടിയ സ്നേഹം മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. എനിക്ക് സ്നേഹം കിട്ടാതെ, അപ്പോൾ എനിക്ക് നമ്മുടെ കാരണവന്മാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? മാതാപിതാക്കന്മാർ എനിക്ക് സ്നേഹം തരാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ സ്നേഹം ഇല്ലാത്തത് എന്ന് പറയാൻ പറ്റുമോ? ഈശോ എന്താ പറഞ്ഞത്? മാതാപിതാക്കന്മാർ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നാണോ? അല്ല, ഈശോ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു ചോദ്യം, നമുക്ക് പരസ്പരം സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ദൈവത്തിൻ്റെ സ്നേഹം വേണം. ഇതാണ് വചനം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ സംസാരിച്ചത്. നമുക്ക് ഈ പറയുന്നത് സ്നേഹിക്കാൻ, സ്നേഹം എന്ന് പറയുന്ന വികാരം എൻ്റെ അകത്തുണ്ടാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇതുണ്ടാക്കാൻ പറ്റില്ല. ഇതെവിടെ നിന്നേലും ഒഴുകപ്പെടണം. ഇത് ഒഴുകുന്ന ഏക സോഴ്സ് ദൈവമാണ്. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഈ ദൈവത്തിൽ നിന്ന് ഇത് അനുഭവിക്കാതെ, ദൈവ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും എന്താണ്? സ്നേഹത്തിന് അനുഭവങ്ങളാണ്. ദൈവത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും സ്നേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. ഈ സ്നേഹം അനുഭവിക്കാതെ എനിക്ക് ലോകത്തിൻ്റെ, ഈശോ പറയുന്നുണ്ട് വേറെ അടുത്ത്, പാപികളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ആ സ്നേഹം അല്ല ഈ പറയുന്നത്. അല്ല, കുടിയൻ വേറൊരു കുടിയനെ ആത്മാർത്ഥമായി സ്നേഹിക്കും അല്ലേ? അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെതും കൂടെ കൊടുത്തിട്ട് സ്നേഹം. ആ സ്നേഹം അല്ല ഇവിടെ പറയുന്നത് അല്ലേ? ഈശോ പറയുന്ന സ്നേഹം വേറൊരു സ്നേഹമാണ്. അങ്ങനെ മാറ്റി നിർത്താതെ, ഒരാളെ പോലും അവഗണിക്കാതെ, കുറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തി സ്നേഹിക്കണം.
മനുഷ്യനായ എന്നെ കൊണ്ടാവതില്ല, പറ്റില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്നേഹം വേണം, ഈ സ്നേഹം നിറയണം. പിതാവിൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹം. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തേജനം കിട്ടുള്ളൂ. എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ളവരെ, അത് മതി. വേറെ പുറത്തോട്ട് പോയി നമ്മൾ വലിയ ഇൻ്റർനാഷണൽ ആയിട്ട് സ്നേഹം ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആളുകളായി മാറാം. ആദ്യം നമുക്കുണ്ടാവേണ്ടത് എൻ്റെ വീടിൻ്റെ അകത്ത്, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മാതാപിതാക്കന്മാരെ ഇങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഈശോയുടെ സ്നേഹത്താൽ ഞാൻ നിറയാതെ, മറ്റു നമ്മൾ ആരോടും പോയി സ്നേഹം യാചിക്കരുത്, അങ്ങനെയും പറയും. വേറെ മനുഷ്യരുടെ അടുത്ത് പോയി, അല്ലേ, വേറെ മനുഷ്യരുടെ അടുത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അല്പം സ്നേഹം തരാവോ എന്ന് ആരുടെ അടുത്തും പോയി സ്നേഹം ചോദിക്കരുത്. കാരണം എന്താണ്? അവർക്കാർക്കും നിനക്ക് സ്നേഹം തരാൻ പറ്റില്ല. നമുക്ക് സങ്കടം വരുമ്പോൾ ഷെയർ ചെയ്യാം, നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ പറയാം. അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എന്നെക്കുറിച്ച് സ്നേഹിച്ചേ, എന്നെ ചിലപ്പോൾ സ്നേഹിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് ആരുടെ അടുത്തും കെഞ്ചാൻ പോകരുത്. കാരണം മനുഷ്യനാരും സ്നേഹത്തിൻ്റെ ഫാക്ടറികളല്ല, പ്രൊഡക്ഷൻ നമ്മുടെ കയ്യിലല്ല. കാരണം ദൈവം സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ ഒരു ഓവർഫ്ലോ, അത് ഞാൻ പറഞ്ഞത്, ഒരു കുഞ്ഞിനാണെങ്കിൽ പോലും ആ കുഞ്ഞുകാലത്ത് കിട്ടിയ സ്നേഹമാണെങ്കിൽ അത് പ്രായമാകുന്നവരെ കൊടുക്കും. കിട്ടിയില്ലെങ്കിൽ അത് പ്യുവർ സൈക്കോളജി തന്നെയാണ്, അല്ലേ? ഈ സ്നേഹം കുഞ്ഞുകാലത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇവർ ദൈവത്തിൻ്റെ ആന്തരിക സൗഖ്യ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവസ്നേഹം അനുഭവിക്കുകയാണ്. ഇവൻ ഈ കെട്ട്, അവൻ്റെ ഈ മുറിവ്, ഈ സ്നേഹം അനുഭവിക്കുമ്പോൾ അങ്ങ് വിടുതൽ കിട്ടും, അകത്തുനിന്നങ്ങ് മാറും, പിന്നെ സമാധാനമായി, പിന്നെ ഫ്രീ ആയി, മനസ്സിനൊരാശ്വാസമാകും. എന്ന് വെച്ചാൽ നമ്മുടെ അകത്താണെങ്കിൽ ഈ സ്നേഹം അനുഭവിക്കാതെ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. യെസ്, ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ സ്നേഹം എന്ന് പറയുമ്പോഴും ഈ നമ്മളിങ്ങനെ സംസാരത്തിലൂടെ അല്ല, അല്ലേ? ഞാനിപ്പോൾ ഒരാളോട് എന്താണ് ഐ ലവ് യു എന്ന് പറയുന്നതിൻ്റെ അകത്തും അങ്ങനെ കുറേ പറഞ്ഞുകൊണ്ട് സ്നേഹമാവുമോ? ഇല്ല. സ്നേഹം എപ്പോഴും പ്രവൃത്തികളാലാണ് പ്രകടമാക്കപ്പെടുന്നത്. സ്നേഹം എപ്പോഴും പ്രവൃത്തികളാലാണ് പ്രകടമാക്കപ്പെടുന്നത്. ഈശോ, അതാണ് ഈശോയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈശോ എനിക്ക് വേണ്ടി എന്ത് പ്രവർത്തിച്ചു എന്ന് ഞാൻ തിരിച്ചറിയണം. ഈശോ എനിക്ക് വേണ്ടി എന്ത് പ്രവർത്തിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറയാറുള്ള ഉദാഹരണമാണ്, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ വലിയ അസുഖങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ വേറെ ഹാപ്പിയായിട്ട് ചോദിക്കുന്നു. ഇപ്പം നമ്മുടെ അടുത്ത് സാറിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇങ്ങോട്ട് വരാൻ നേരത്ത്, അല്ല നമ്മൾ വണ്ടിയിലാണ്, ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇന്നിപ്പോൾ രാവിലെ 10 മണി 10:30 സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മളെങ്ങനെ വന്നു? വണ്ടിയിലോ ഓട്ടോയിലോ ബസ്സിലോ ഒക്കെയാണ് നമ്മൾ വന്നത്, അല്ലേ? പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ പോരുന്ന വഴിക്ക് എന്തെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഞാൻ ഇടയ്ക്ക് പറയാറുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി എന്ന് വിചാരിക്കുക. അപകടം ഉണ്ടായി, വണ്ടിയെല്ലാം തകർന്നു പോയി, പക്ഷേ എനിക്കൊരു കുഴപ്പം പറ്റിയില്ല, ഒരു പോറൽ പോലും ഇല്ലാതെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ദൈവം എന്നെ രക്ഷിച്ചു, കാത്തു, അപകടമൊന്നും വന്നില്ലല്ലോ എന്ന് പറയും. അതേ ഞാൻ തന്നെ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരപകടവും ഉണ്ടായില്ല. അപ്പം നമ്മൾ ദൈവം എന്നെ കാത്തു എന്ന് പറഞ്ഞില്ല. കാരണം എന്താണ്? ഇതിൻ്റെ അകത്ത് പിന്നിലുള്ള ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈശോ കുരിശിൽ മരിച്ചു എന്നുള്ളത് മാത്രമല്ല, അനുനിമിഷം ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇപ്പം എനിക്കൊരു കാലില്ല, 2 കാലുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും, വേറെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും 2 കാലുണ്ടല്ലോ. അപ്പം പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും? അച്ഛനേക്കാൾ കൂടുതൽ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ എനിക്ക് പറയാൻ പറ്റും, നിങ്ങളെക്കാൾ കൂടുതൽ ഈശോ എന്നെയാണ്. കാരണം എന്താണ്? കാലെടുത്തു എന്നതുകൊണ്ടല്ല, ഈശോയുടെ കുരിശിനോട് അക്ഷരാർത്ഥത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് കിട്ടി. അതിൽ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷിക്കാം, സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്നേഹം മനസ്സിലാക്കണം. നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ വല്ലാത്ത രീതിയിൽ ദുരന്തങ്ങളോടെ ആയിരിക്കും കടന്നു പോകുന്നത്, പക്ഷേ തീർത്തില്ലാതാകാൻ ദൈവം നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ? സഹനങ്ങളുണ്ടാവാം, പക്ഷേ
അങ്ങേറ്റ അവസാന മൊമെൻറ്റിൽ എവിടെയായാലും ദൈവം ഇടപെടും. ഞാൻ പറയുന്നത് ശരിയാണോ? എന്ന് വെച്ചാൽ ഈ ആഘോഷവും ഐശ്വര്യവും അതിന് സമൃദ്ധിയും അങ്ങനെ അങ്ങേയറ്റത്തെ സാധനമല്ല നീ പറയുന്നത്. കഷ്ടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും തീർത്ത് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം 4 പാടുന്ന പ്രശ്നം വരുന്ന ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നാ ചെയ്യുമെന്ന് അറിയാൻ മേലാത്തതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു കൈ നമുക്ക് തരും. മനസ്സിലായോ? ചെന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെസ്, ഒരു വചനമുണ്ട് കൊരിന്തോസ്യരുടെ ലേഖനത്തിൽ. Korinthos 4:8 ഒന്ന് എടുക്കാം. 2 Korinthos 4:8. ഞങ്ങൾ എല്ലാ വിധത്തിലും, ഇത് കാണാമല്ലോ അല്ലേ? നോച്ചത്തി വായിച്ചേ. ഞങ്ങൾ ഇതാണ്, എല്ലാ വിധത്തിലും ഞങ്ങളിങ്ങനെ അടിച്ചു വീഴ്ത്തപ്പെടുന്നു, പരിത്യക്തരാകപ്പെടുന്നു, എന്താണ് പീഡിപ്പിക്കപ്പെടുന്നു, പക്ഷെ പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കാൻ ദൈവം അനുവദിക്കില്ല. ഭയങ്കര സഹനങ്ങളോടൊക്കെ കൊണ്ടുപോകും, പക്ഷേ ദൈവം നശിപ്പിക്കത്തില്ല. യെസ്. ഇനി ഇത്രയും വചനത്തിൻ്റെ അവസാനത്തെ വചനം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. റോമ 8:35-37. യെസ്, ഈ പറഞ്ഞതിൻ്റെ മുഴുവനും റോമ 8. നമ്മൾ തുടങ്ങിയത് വചനത്തിലാണ്. റോമ 5:5. നമ്മുടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരംഭിച്ച വചനം റോമ തന്നെ 8:35 വായിക്കണേ. എല്ലാവരും ചേർന്ന് വായിക്കണേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആപത്തും പീഡനവും പട്ടിണിയും വാളും ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, അതിവിശുദ്ധരായിട്ടുള്ള മനുഷ്യരുണ്ട്. ഇപ്പോൾ പാതിരപ്പിയോ അവസാന നാളുകളിൽ പോലും ശക്തമായ രീതിയിൽ പിശാചിൻ്റെ പീഡകളിലൂടെ കടന്നുപോയി. നമ്മുടെ തൃശ്ശൂരുകാരിയായ ആരാണ്? മറിയം ത്രേസ്യ ഇല്ലയോ? അപ്പോൾ ഈ അവസാന നാളുകളിൽ എന്തുണ്ടായി? ഈ കട്ടില വരെ ആരും ഉണ്ടെന്ന് തീട്ടു പിശാച്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ അതിശക്തമായ രീതിയിൽ സഹനങ്ങൾ എല്ലാ കാലത്തും. ഈ സഹനം എന്ന് പറയുന്നത് കൂടെ ജീവിക്കുന്നവരുടെ സഹനം മാത്രമല്ല, ഒരു ശക്തമായ പ്രലോഭനം. എനിക്ക് പാപത്തിൻ്റെ പേരിൽ ഒരു പ്രലോഭനം ഉണ്ടാകാണ്, അത് സഹനം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിശക്തമായ രീതിയിൽ പ്രലോഭനം മാത്രമല്ല. ഇപ്പോൾ വീടിൽ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന തടസ്സം ഉണ്ടാകാണ്. ഇതെന്താണ്? ഇതൊരു കണക്കിന് സഹനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഈ ഒരുപാട് മേഖലയുള്ള സഹനം. യെസ്, ഇതെല്ലാം വന്നെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഈ ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ ഒന്നും എന്നെ വേർപെടുത്തരുത്. അടുത്തത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവനും വധിക്കപ്പെടുന്നു, കൊലക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. അവസാനത്തെ വചനം നിങ്ങളെല്ലാവരും ഉച്ചത്തി വായിച്ചേ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം, ഒരല്പം കൂടി ഒച്ചത്ത് നിങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ചെല്ലിക്കേ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ പറയുന്ന നഗ്നത, പീഡനം, ആപത്ത്, പട്ടിണി, വാള്, ഇതെല്ലാം ദുരന്തങ്ങളാണ്. ഈ ദുരന്തങ്ങളിൽ എനിക്ക് വിജയം വരിക്കാൻ എന്തു വേണം? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം. ഈ ഇവയിലെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പേ കണ്ടു ഈ പറയുന്ന സഹനം. ഈ സഹനത്തിലെല്ലാം എങ്ങനെ വിജയം വരിക്കാൻ പറ്റുന്നത്? എന്നാ വിജയം എന്നാ? പൂർണ്ണ വിജയം. പൂർണ്ണമായി എനിക്ക് വിജയം വരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ, സഹനത്തിൻ്റെ അകത്തളങ്ങളിൽ വല്ലാത്ത രീതിയിൽ ഞെരിഞ്ഞ് അമർന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിനക്ക് വിജയിയായി. ഇങ്ങനെ നമ്മുടെ 3 ചേട്ടന്മാർ, ബാലന്മാർ തീക്കകത്ത് കിടന്നിട്ട്, ആരാണ്? ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണാം അല്ലേ? 3 ബാലന്മാർ. ഇവരിങ്ങനെ ചുറ്റും തീയാണ്. പക്ഷേ അവർക്കതിൻ്റെ അകത്ത് എന്താണ് അനുഭവപ്പെട്ടത്? കുളിര്, AC. ഈ ചുറ്റും തീക്കകത്ത് AC അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം?
ദൈവസ്നേഹം. അതുകൊണ്ടാണ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്നാണ് എല്ലാവരും ഒന്ന് ഏറ്റിരിക്കുക. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പോരാ, നമുക്ക് ഈ ഒരു ഉഷാറ് പോയി. ഞാൻ ഇതിന് കുറച്ചാളുകളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ശക്തി. നമ്മൾ വീട്ടിലൊക്കെ ഇത്ര ഒച്ചത്തിൽ വഴക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ? അല്ലല്ലോ. ഒന്ന് ഒച്ചത്തിൽ ചെല്ലിക്കുക. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എന്ത് സഹനം വന്നാലും എന്ത് വിഷമം വന്നാലും ഈ സഹനം തരുന്ന ആൾക്കാരോട് അല്ലേ, അവരെ നന്നാക്കാൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ആ പരിപാടി നമുക്കങ്ങ് നിർത്താം. തരുന്ന ആളുകളെ നന്നാക്കാനായി ഉപദേശം കൊടുക്കുക, അവരെ അല്ലേ, അവരെ ആ പരിപാടി അങ്ങ് നിർത്താം. എന്നിട്ട് നമ്മൾ ഈ സ്നേഹത്തിൽ നിന്ന് ശക്തി തിരിച്ച. ഇപ്പം നമ്മളിപ്പോൾ ധ്യാനം, പ്രാർത്ഥന, അഭിഷേകം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും എല്ലാം കുളമായിട്ട് ഇട്ടിരിക്കുന്നത് കാണുന്നത് അല്ലേ. അപ്പോൾ ഉടനെ നമ്മുടെ ഒറിജിനൽ മനുഷ്യൻ അങ്ങോട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പം നമ്മൾ കിടന്ന് വേളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിട്ടിയതെല്ലാം എവിടെ പോയി അല്ലേ? ഓക്കെ നമ്മളിതെല്ലാം അങ്ങ് മനസ്സിലാക്കി. യെസ്, ഈശോ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ഈശോയുടെ കണ്ണിൽ കൂടെ ഒന്ന് നോക്കിക്കേ. ഈശോ ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്തേനെ? ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഞാനും ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കും എന്ത് വേണം? അച്ഛനായതിൻ്റെ പേരിലോ, പട്ടം കിട്ടിയതിൻ്റെ പേരിലോ, ലോഹി ഇട്ടതിൻ്റെ പേരിലോ എൻ്റെ ജാത്യാലുള്ള സ്വഭാവം മാറില്ല. മാറണമെന്നുണ്ടെങ്കിൽ ഞാനും ഈ ദൈവസ്നേഹത്താൽ നിറയണം. അതുപോലെ തന്നെയാണ് എല്ലാവരും, നമ്മളെല്ലാവരും ഈ സ്നേഹം അനുഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ മനുഷ്യരുടെ അടുത്ത് യാചിക്കാൻ പോകരുത്. എവിടെ നിന്ന് കിട്ടണം? ജസ്റ്റ് കണ്ണടച്ചാൽ മതി, നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്തുമാത്രം വലിയ മാരകമായ അഗ്നിശോധന, മാരകമായ ദുരന്തം ആയിരിക്കും ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ. മറ്റുള്ളവരൊക്കെ നീ ഒരു കാലത്തും നന്നാവില്ല, ഗുണം പിടിക്കില്ല, ഇത് തീർന്ന ജീവിതമാണെന്ന് തീറെഴുതി നമ്മളെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുകയും എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അവഹേളിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ സ്നേഹം നിറഞ്ഞവരെ, ഈശോ പറയാണ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം വിജയം വരിക്കും. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം ഞാൻ വിജയം വരിക്കും. നമ്മെ സ്നേഹിച്ചവൻ, ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് ശക്തി പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് ഈ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് എനിക്കെതിരെ വരുന്ന മാരക സഹനത്തിൻ്റെ ഒളിയമ്പുകളെ ചിരിയോടെ, പുഞ്ചിരിയോടെ, അഭിഷേകത്തോടെ, വളരെ തികഞ്ഞ ലാഘവബുദ്ധിയോടുകൂടി തന്നെ നിസാരമായി കണ്ടുകൊണ്ട് ഈ നമുക്കെതിരെ വരുന്ന ഒളിയമ്പുകളെ നേരിടാനായിട്ടുള്ള കൃപ ഈശോയ്ക്ക് തരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്